നെക്സ്റ്റ് എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. വെക്റ്റർ സ്പേസിലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസിക് പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. തൽക്കാലം വെക്റ്റർ സ്പേസ് വിയിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയെ 0v എന്നും ഫീൽഡ് എഫിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയെ 0f എന്നും ഡിനോട്ട് ചെയ്യുക. എഫ് ഒരു ഫീൽഡ് ആയതുകൊണ്ട് അതിൽ രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ആയിരിക്കും, പ്ലസും ഡോട്ടും, അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഇതിൽ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെയാണ് 0f എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. റിയൽ ഫീൽഡ് ആണെങ്കിൽ 0f റിയൽ നമ്പർ 0 ആയിരിക്കും. കോംപ്ലക്സ് ഫീൽഡ് ആണെങ്കിൽ 0f കോംപ്ലക്സ് നമ്പർ 0 + i0 ആയിരിക്കും. ദെൻ വെക്റ്റർ സ്പേസിലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ചില ബേസിക് പ്രോപ്പർട്ടീസാണ് നമ്മൾ നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം ലെറ്റ് V be a vector space over a field F that is R or C. Then for any scalar alpha belongs to F and vector U belongs to V. First one, 0f into vector U equal to 0v. That is 0 scalar into vector U equal to 0 vector. Second one, alpha into 0v equal to 0v. That is alpha into 0 vector equal to 0 vector. Third one, if alpha into vector U equal to 0 vector, then either alpha equal to 0 scalar or U equal to 0 vector. Fourth one, minus alpha into vector U equal to alpha into minus vector U, which is equal to minus of alpha into vector U. അതായത് വി ഒരു വെക്റ്റർ സ്പേസ് ഓവർ റിയൽ ഫീൽഡ് ഓർ കോംപ്ലക്സ് ഫീൽഡ്, ദെൻ ഏതൊരു സ്കേലാർ ആൽഫയും എനി വെക്റ്റർ യു ഇൻ വിയും ചൂസ് ചെയ്താൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 4 പ്രോപ്പർട്ടീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, 0f ഇൻറ്റു വെക്റ്റർ യു ഈക്വൽ ടു 0 വെക്റ്റർ, അതായത് ഫീൽഡ് എഫിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും ഇനി വെക്റ്റർ യുവും മൾട്ടിപ്ലൈ ചെയ്താൽ വെക്റ്റർ സ്പേസിൽ 0 വെക്റ്റർ കിട്ടും. സെക്കൻഡ് വൺ, ആൽഫ ഇൻറ്റു 0 വെക്റ്റർ ഈക്വൽ ടു 0 വെക്റ്റർ, അതായത് എനി സ്കേലാർ ഇൻറ്റു 0 വെക്റ്റർ ഈക്വൽ ടു 0 വെക്റ്റർ. ദെൻ തേർഡ് വൺ, ആൽഫ ഇൻറ്റു വെക്റ്റർ യു ഈക്വൽ ടു 0 വെക്റ്റർ ആണെങ്കിൽ ഒന്നുകിൽ ആൽഫ ഫീൽഡ് എഫിലെ 0 സ്കേലാർ ആയിരിക്കും, അതല്ലെങ്കിൽ വെക്റ്റർ യു വെക്റ്റർ സ്പേസ് വിയിലെ 0 വെക്റ്റർ ആയിരിക്കും. ഇതാണ് തേർഡ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, മൈനസ് ആൽഫ ഇൻറ്റു വെക്റ്റർ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു മൈനസ് വെക്റ്റർ യു, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ആൽഫ ഇൻറ്റു വെക്റ്റർ യു. നമുക്ക് ഓരോ പ്രോപ്പർട്ടീസും വെരിഫൈ ചെയ്യാം. 0 സ്കേലാർ പ്ലസ് 0 സ്കേലാർ ഈക്വൽ ടു 0 സ്കേലാർ ആയതുകൊണ്ട് 0f ഇൻറ്റു വെക്റ്റർ യു ഈക്വൽ ടു 0f പ്ലസ് 0f ഇൻറ്റു വെക്റ്റർ യു. ദെൻ വെക്റ്റർ സ്പേസിലെ ആക്സിയം 6, ആൽഫയും ബീറ്റയും രണ്ട് സ്കേലാർസും യു ഒരു വെക്റ്ററുമാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു യു പ്ലസ് ബീറ്റ ഇൻറ്റു യു എന്നാണ്. സോ 0f പ്ലസ് 0f ഇൻറ്റു വെക്റ്റർ യു ഈക്വൽ ടു 0f ഇൻറ്റു വെക്റ്റർ യു പ്ലസ് 0f ഇൻറ്റു വെക്റ്റർ യു. ദെൻ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും മൈനസ് ഓഫ് 0f ഇൻറ്റു യു, അതായത് വെക്റ്റർ 0f ഇൻറ്റു യുവിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ 0f ഇൻറ്റു യു പ്ലസ് മൈനസ് ഓഫ് 0f ഇൻറ്റു യു ഈക്വൽ ടു 0f ഇൻറ്റു യു പ്ലസ് 0f ഇൻറ്റു യു പ്ലസ് മൈനസ് ഓഫ് 0f ഇൻറ്റു യു എന്ന് കിട്ടും. ദെൻ വെക്റ്റർ അഡീഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ 0f ഇൻറ്റു യു പ്ലസ് 0f ഇൻറ്റു യു പ്ലസ് മൈനസ് ഓഫ് 0f ഇൻറ്റു യു എന്ന് കിട്ടും. ദെൻ മൈനസ് ഓഫ് 0f ഇൻറ്റു യു 0f ഇൻറ്റു യുവിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയതുകൊണ്ട് വെക്റ്റർ സ്പേസിലെ ആക്സിയം 4 അപ്ലൈ ചെയ്യുമ്പോൾ 0f ഇൻറ്റു വെക്റ്റർ യു പ്ലസ് മൈനസ് ഓഫ് 0f ഇൻറ്റു വെക്റ്റർ യു ഈക്വൽ ടു 0 വെക്റ്റർ ഇൻ വി എന്ന് കിട്ടും. സോ രണ്ട് സൈഡിലും 0f ഇൻറ്റു യു പ്ലസ് മൈനസ് ഓഫ് 0f ഇൻറ്റു യുവിന് പകരം 0v റീപ്ലേസ് ചെയ്താൽ 0v ഈക്വൽ ടു 0f ഇൻറ്റു യു പ്ലസ് 0v എന്ന് കിട്ടും. ദെൻ 0f ഇൻറ്റു യു ഒരു വെക്റ്ററും 0v വെക്റ്റർ അഡീഷൻ്റെ ഐഡൻറ്റിറ്റിയും ആയതുകൊണ്ട് വെക്റ്റർ സ്പേസിലെ ആക്സിയം 3 അപ്ലൈ ചെയ്താൽ 0f ഇൻറ്റു വെക്റ്റർ യു പ്ലസ് 0v ഈക്വൽ ടു 0f ഇൻറ്റു വെക്റ്റർ യു എന്ന് കിട്ടും. സോ 0 വെക്റ്റർ ഈക്വൽ ടു 0f ഇൻറ്റു വെക്റ്റർ യു, ദാറ്റ് ഈസ് 0f ഇൻറ്റു വെക്റ്റർ യു ഈക്വൽ ടു 0 വെക്റ്റർ. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് വൺ, വെക്റ്റർ സ്പേസിലെ ആക്സിയം 3 അപ്ലൈ ചെയ്യുമ്പോൾ 0 വെക്റ്റർ പ്ലസ് 0 വെക്റ്റർ ഈക്വൽ ടു 0 വെക്റ്റർ ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു 0 വെക്റ്റർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു 0 വെക്റ്റർ പ്ലസ് 0 വെക്റ്റർ. ദെൻ വെക്റ്റർ സ്പേസിലെ ഫിഫ്ത്ത് ആക്സിയം അപ്ലൈ ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 0 വെക്റ്റർ പ്ലസ് ആൽഫ ഇൻറ്റു 0 വെക്റ്റർ. ദെൻ രണ്ട് സൈഡിലും വെക്റ്റർ ആൽഫ ഇൻറ്റു 0 വെക്റ്ററിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി മൈനസ് ഓഫ് ആൽഫ ഇൻറ്റു 0 വെക്റ്റർ ആഡ് ചെയ്താൽ
alpha into 0 vector plus minus of alpha into 0 vector equal to alpha into 0 vector plus alpha into 0 vector plus minus of alpha into 0 vector. Then vector addition associative ആയതുകൊണ്ട് right side equal to alpha into 0 vector plus alpha into 0 vector plus minus of alpha into 0 vector. Then minus of alpha into 0 vector vector alpha into 0 vectorൻ്റെ additive identity ആയതുകൊണ്ട് alpha into 0 vector plus minus of alpha into 0 vector equal to 0 vector എന്ന് കിട്ടും. സോ രണ്ട് സൈഡിലും alpha into 0 vector plus minus of alpha into 0 vectorന് പകരം 0 vector റീപ്ലേസ് ചെയ്യുമ്പോൾ 0 vector equal to alpha into 0 vector plus 0 vector എന്ന് കിട്ടും. Then axiom 3 അപ്ലൈ ചെയ്യുമ്പോൾ alpha into 0 vector plus 0 vector equal to alpha into 0 vector ആയതുകൊണ്ട് which implies 0 vector equal to alpha into 0 vector, that is alpha into 0 vector equal to 0 vector. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ തേർഡ് പ്രോപ്പർട്ടി ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എയ്തർ ആൽഫ ഈക്വൽ ടു 0 സ്കേലാർ ഓർ യു ഈക്വൽ ടു 0 വെക്ടർ എന്നാണ്. അതിന് പകരം ആൽഫ 0 സ്കേലാർ അല്ലെങ്കിൽ യു 0 വെക്ടർ ആയിരിക്കുമെന്നും ആൽഫ 0 സ്കേലാർ ആണെങ്കിൽ ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആണെന്നും പ്രൂവ് ചെയ്താൽ മതി. സപ്പോസ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 സ്കേലാർ, ദെൻ ആൽഫ ഫീൽഡ് എഫിലെ നോൺ സീറോ എലമെൻ്റ് ആയതുകൊണ്ട് ആൽഫയ്ക്ക് എന്തായാലും ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആൽഫ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഒരു ഫീൽഡിലെ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ആൽഫ ഇൻവേഴ്സ് ആൽഫയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു ആൽഫ ഇൻവേഴ്സ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1f ആയിരിക്കും. നമുക്കറിയാം ഫോർ എനി വെക്ടർ യു ഇൻ വി 1f ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു വെക്ടർ യു ആണെന്ന്. സോ വെക്ടർ യു ഈക്വൽ ടു 1f ഇൻറ്റു വെക്ടർ യു. 1fന് പകരം ആൽഫ ഇൻറ്റു ആൽഫ ഇൻവേഴ്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ ഇൻവേഴ്സ് ഇൻറ്റു യു എന്ന് കിട്ടും. ദെൻ ആക്സിയം V7 യൂസ് ചെയ്യുമ്പോൾ ആൽഫ ഇൻവേഴ്സ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് ഇൻറ്റു ആൽഫ യു എന്ന് കിട്ടും. ഇവിടെ ആൽഫ യു ഈക്വൽ ടു 0 വെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ യു ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് ഇൻറ്റു 0 വെക്ടർ. ദെൻ ഈ തിയറത്തിൻ്റെ പാർട്ട് 2-വിൽ ഫോർ എനി സ്കേലാർ ആൽഫ ഇൻറ്റു 0 വെക്ടർ ഈക്വൽ ടു 0 വെക്ടർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അത് അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻവേഴ്സ് ഇൻറ്റു 0 വെക്ടർ ഈക്വൽ ടു 0 വെക്ടർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് യു ഈക്വൽ ടു 0 വെക്ടർ. സോ ആൽഫ നോട്ട് ഈക്വൽ ടു 0 സ്കേലാർ എന്ന് അസ്യൂം ചെയ്തപ്പോൾ യു 0 വെക്ടർ ആണെന്ന് കിട്ടി. നൗ ആൽഫ ഈക്വൽ ടു 0 സ്കേലാർ ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ 0f ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്തിരുന്നു. ഇവിടെ ആൽഫ ഈക്വൽ ടു 0f ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0f ഇൻറ്റു വെക്ടർ യു വിച്ച് ഇസ് ഈക്വൽ ടു 0 വെക്ടർ. സോ ആൽഫ ഈക്വൽ ടു 0 സ്കേലാർ ആണെങ്കിൽ ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആണെന്ന് കിട്ടി. ഇത് രണ്ടും യൂസ് ചെയ്താൽ ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആണെങ്കിൽ ഒന്നുകിൽ ആൽഫ ഈക്വൽ ടു 0 സ്കേലാർ ആയിരിക്കുമെന്നും അതല്ലെങ്കിൽ യു ഈക്വൽ ടു 0 വെക്ടർ ആയിരിക്കുമെന്നും കിട്ടി. ഇതാണ് പ്രോപ്പർട്ടി 3-യിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഫോർത്ത് പ്രോപ്പർട്ടി വെക്ടർ സ്പേസിൻ്റെ ആക്സിയം 6 റിവേഴ്സ് ഓർഡറിൽ അപ്ലൈ ചെയ്താൽ ആൽഫ ഇൻറ്റു മൈനസ് വെക്ടർ യു പ്ലസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഇൻറ്റു വെക്ടർ യു എന്ന് കിട്ടും. ദെൻ മൈനസ് ആൽഫ പ്ലസ് ആൽഫ 0 സ്കേലാർ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 0f ഇൻറ്റു വെക്ടർ യു. ബൈ പ്രോപ്പർട്ടി 1 0f ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആയതുകൊണ്ട് മൈനസ് ആൽഫ ഇൻറ്റു വെക്ടർ യു പ്ലസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആണെന്ന് കിട്ടും. സിമിലർലി ആൽഫ ഇൻറ്റു വെക്ടർ യു പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു ആൽഫ പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു വെക്ടർ യു വിച്ച് ഇസ് ഈക്വൽ ടു 0f ഇൻറ്റു വെക്ടർ യു വിച്ച് ഇസ് ഈക്വൽ ടു 0 വെക്ടർ. സോ മൈനസ് ആൽഫ ഇൻറ്റു വെക്ടർ യു പ്ലസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആൻഡ് ആൽഫ ഇൻറ്റു വെക്ടർ യു പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ. അതിൽ നിന്നും മൈനസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ആണ് ആൽഫ ഇൻറ്റു വെക്ടർ യുവിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു മൈനസ് ആൽഫ ഇൻറ്റു വെക്ടർ യു. ദെൻ വെക്ടർ സ്പേസിലെ ആക്സിയം V5 റിവേഴ്സ് ഓർഡറിൽ അപ്ലൈ ചെയ്താൽ ആൽഫ ഇൻറ്റു മൈനസ് വെക്ടർ യു പ്ലസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു മൈനസ് യു പ്ലസ് യു എന്ന് കിട്ടും. ദെൻ മൈനസ് യു പ്ലസ് യു ഈക്വൽ ടു 0 വെക്ടർ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 0 വെക്ടർ. ദെൻ പ്രോപ്പർട്ടി 2 അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു 0 വെക്ടർ ഈക്വൽ ടു 0 വെക്ടർ ആയതുകൊണ്ട്
ആൽഫ ഇൻറ്റു മൈനസ് വെക്ടർ യു പ്ലസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു 0 വെക്ടർ ആണെന്ന് കിട്ടും. സിമിലർലി ആൽഫ ഇൻറ്റു വെക്ടർ യു പ്ലസ് ആൽഫ ഇൻറ്റു മൈനസ് വെക്ടർ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു യു പ്ലസ് മൈനസ് യു വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 0 വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു 0 വെക്ടർ. So alpha into minus vector u plus alpha into vector u equal to 0 vector, and alpha into vector u plus alpha into minus vector u equal to 0 vector. അതിൽ നിന്നും ആൽഫ ഇൻറ്റു വെക്ടർ യുവിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ആൽഫ ഇൻറ്റു മൈനസ് വെക്ടർ യു എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു മൈനസ് വെക്ടർ യു. ഹെൻസ് മൈനസ് ആൽഫ ഇൻറ്റു വെക്ടർ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു മൈനസ് വെക്ടർ യു ഈക്വൽ ടു മൈനസ് ഓഫ് ആൽഫ വെക്ടർ യു. ഇതാണ് പ്രോപ്പർട്ടി 4ൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.